അയാൾ വഴി മാറണം. മുണ്ടക്കൽ ശേഖരനാണ്ട് പോകും. അയാളാണ് ഹീറോ. നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും ടോപ്പ് സ്ഥാനാർത്ഥി അദ്ദേഹമാണ്. അദ്ദേഹം 30,000 മുകളിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിച്ചിരിക്കും. അൻവറിനെ ഒറ്റപ്പെടുത്തിയേക്ക് UDF LDF ഒറ്റപ്പെടുത്തിയേക്ക് തന്നെയാണ്. ഇപ്പൊ സത്യത്തില് കോൺഗ്രസിനൊരു നാദല്ല, അതില് അമ്മായിമ്മ പോരാണ്, പഴയ അമ്മായിമ്മ പോര്. തോന്നി യുവാക്കൾ അൻവറിന്റെ ഒപ്പം തന്നെയാണ്. കുറച്ച് പ്രായലോലുണ്ട് സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ. അല്ലാത്ത ലീഗും കോൺഗ്രസും മുഴുവൻ അടിമകളാ. KSRTC ഓടുന്നുണ്ട്. ഡ്രൈവർ ഫോൺ ചെയ്ത് പോകുന്നുണ്ട്, ഫൈനില്ല, ബ്രേക്കില്ല, ബെല്ലില്ല. എത്ര KSRTC യുവാക്കളെ നെഞ്ഞത്ത് കൂടെ കയറി പണി കഴിച്ചിട്ട് എൻ്റെ നാട്ടിൽ തന്നെ അടുത്ത സ്ഥലത്ത് നിന്ന് കോഴിക്കോട് വെച്ചിട്ട് ഒരു ലക്കാനുമില്ലാത്ത പോക്കാണ്. അതിനൊക്കെ നിയന്ത്രണം ഈ ഗവൺമെന്റ് കൊണ്ടുവരില്ല. KSRTCന്റെ ഈ വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്ന മന്ത്രി കുറെ ഡയലോഗ് പറയാന്നല്ലാതെ ഒന്നും പ്രാബല്യത്തിലാക്കണില്ല. അയാൾ സാധാരണക്കാരന്റെ കൂടെയാണ് ഏത് നേരത്തും. അതിൽ യാതൊരു സംശയമില്ല. നമ്മൾ ഇത് സ്ഥിരിട്ടിങ്ങാണ്ട് ഇങ്ങനെ ബലം പിടിച്ച് നടന്നിട്ട് കാര്യമല്ല. സാധാരണക്കാരൻ്റെ അടി നിങ്ങൾ വീടി വലിക്കടിച്ച മൂപ്പര് വീടി വലിക്കും. നിങ്ങൾ കട്ടൻ ചായ കുടിക്കാൻ മൂപ്പര് കട്ടൻ ചായ കുടിക്കും. ഞങ്ങൾ ആരും സഹായിക്കണില്ല. ഇതൊരു ഒറ്റയാൻ പോരാട്ടമാണ്. അൻവറിനെ രാജിവെപ്പിച്ചത് ഈ കോൺഗ്രസ്സുകാരനാ, BD സതീശനാ. അൻവർ ഒഴികെ ഈ കേരളത്തിൽ ആര് നിന്നാൽ ഈ നിലമ്പൂർ നിയോജക മണ്ഡലം ഒരിക്കലും കിട്ടാമുള്ള CPM-ന് ഇടതുപക്ഷത്തിന്. പാണക്കാട് തങ്ങൾ വരെ അടിമയാണ്. പാണക്കാട് തങ്ങൾ കോൺഗ്രസിന്റെ അടിമയാണ്. ഇവിടെ പരിപാടിക്ക് UDFന്റെ പരിപാടിക്ക് തങ്ങൾ വന്നിട്ടില്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ തങ്ങളെ പിടിച്ചു കൊണ്ടുവന്ന് അയാൾ പോരാൻ പാടില്ലല്ലോ. അയാൾ സമുദായത്തിൽ ഒരു മുസ്ലിമാണ്, അയാൾക്കൊരു ഉറപ്പ് വേണ്ടേ? അത് അയാൾക്കില്ല. അയാളും കോൺഗ്രസിന്റെ അടിമയാണ്. ഇടുക്കുകയാണെങ്കിൽ ഇടുക്കുക, ഇല്ലെങ്കിൽ ഇടുക്കില്ല എന്ന് പറയാല്ല. ഈ കേരളത്തിലെ ഒരു കോൺഗ്രസിനും ചെന്നിത്തലക്കില്ല, VD സതീശനില്ല, അതിൽപ്പെട്ട ഒരാൾക്കും തൻ്റെ ഇടത്തോടു കൂടി അൻവറിനെ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയാനുള്ള ഒരു ധൈര്യം അങ്ങനത്തെ ഒരു കോൺഗ്രസ് കുടുംബത്തിലും അവർ ജനിച്ചിട്ടില്ല. 1000 വട്ടം ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് പറഞ്ഞൂടാ? നമുക്ക് കാണാം അൻവർ ആരാണ്, എവനാണ് അവൻ, എന്താണ് അവന്റെ ചരിത്രങ്ങളൊക്കെ അപ്പോൾ നമുക്ക് പറയട്ടോ. എത്ര ഞാഞ്ഞൂല് പാർട്ടികളൊക്കെ ഉണ്ട്. അവരൊക്കെ പോയിട്ട് 3920 വോട്ട് പിടിക്കുകയാണെങ്കിൽ ഇതിന്റെ ഈ ചെവി അവർക്ക് രണ്ടും ചെത്തി കൊടുക്കില്ല. നമ്മളിപ്പോൾ ഉള്ളത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലാണ്. കേരളം ഉറ്റുനോക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. LDFന് വേണ്ടി M സ്വരാജ്, കോൺഗ്രസിന് വേണ്ടി ആര്യാടൻ ഷൗക്കത്ത്, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നോണം PV അൻവർ, 3 പേരും മാറ്റുരയ്ക്കുന്ന നിലമ്പൂർ തിരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ആകാംക്ഷ നിറഞ്ഞ രാഷ്ട്രീയ ചിത്രങ്ങളിലൊന്നാണ്. കേരള ചരിത്രം ഇന്നേവരെ കാണാത്തൊരു രാഷ്ട്രീയ യുദ്ധമാണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു ഒറ്റയാനെ പോലെയാണ് PV അൻവർ മത്സരിക്കുന്നതെന്ന് പറയാം. കാരണം ഒരു ഭയങ്കരമായൊരു വേരുള്ള പാർട്ടിയുടെ സപ്പോർട്ട് പോലും ഇല്ല. എന്നിട്ടും PV അൻവറിന് വേണ്ടി ഇവിടെ ഒരുപാട് ജനങ്ങൾ മുന്നിട്ട് വരുന്നുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി PV അൻവർ ആരാണെന്നുള്ള ഒരു ചിത്രം ലഭിക്കുമോ കൃത്യമായിട്ട്? എന്തെങ്കിലും സംശയം? നമ്മൾ ഒരു വാപ്പയമ്മക്ക് ഒരു പേരിടും. ആ പേര് മരിക്കുമ്പോൾ നമുക്ക് ആ പേര് വേണം. ഒരാളെ അടിമയായിട്ട് നിൽക്കാൻ പാടില്ല രാഷ്ട്രീയത്തിൽ. ഇയാൾ ഈ 140 MLA-മാരെ കൂട്ടത്തിൽ ആണത്തത്തിൽ പിണറായിൻ്റെ അപ്പനെ പറഞ്ഞ മനസ്സിലാണ് മൂപ്പര്. ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അത് മൂപ്പരെടുത്ത് കള്ളത്തരമില്ലാത്തതുകൊണ്ടാണ്. വേറെ ലോലൊക്കെ ഈ പോക്കറ്റ് നടക്കുക. ഇയാൾക്ക് ഇത്ര കോടി ഉറുപ്പ്യൻ്റെ സ്വത്തുണ്ടെന്ന് അയാൾ കാണിച്ചല്ല. ഒരു ഉറുപ്പ്യൻ്റെ വരുമാനം അയാൾക്കില്ല. ഇല്ലത് മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാർ ഊറ്റിയെടുത്ത് ചണ്ടിയാക്കിയിട്ട് വിട്ട അയാളെ. എന്നിട്ടിപ്പോൾ അയാൾ ചതിച്ച് കണ്ടുകൊണ്ട് എടുക്കുക. അയാളെ കയ്യിൽ ഉറുപ്പല്ല, നമ്മളെ പോണത്തോ എന്തെങ്കിലും കൊടുത്തെങ്കിൽ തന്നെയുള്ളൂ. കുറച്ച് ഭൂമിയുണ്ട്. ആ ഭൂമിൻ്റെ കണക്ക് അയാൾ പറയുന്നത് 58 കോടി ആയിരുന്നത്. അല്ല, അയാൾക്ക് 10 ഉറുപ്പ്യ വരുമാനം അയാൾക്കില്ല. CPM-ന്റെ ചതി പോലെ തന്നെ BD സതീശന്റെ ചതിനെ കുറിച്ച് PV അൻവർ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം കോൺഗ്രസിലേക്കില്ല എന്നല്ല പറഞ്ഞത്, BD സതീശന്റെ കോൺഗ്രസിലേക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ BD സതീശന്റെ നിലപാടുകൾ, അൻവറിനോടുള്ള സമീപനമൊക്കെ ശരിയായിരുന്നോ? ഒരിക്കലും ശരിയായിട്ടില്ല. മൂപ്പര് വിചാരിച്ച് നമ്മളെ സ്വീകരിക്കും വിചാരിച്ചിട്ട് മൂപ്പര് UDFന് അനുകൂലമായിട്ട് ഇതുവരെ നിന്ന്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്വാളിഫിക്കേഷൻ ഇല്ല എനിക്ക്. ഞാൻ 2-3 കഴിച്ചാൽ സ്കൂളിൽ പോയിട്ടില്ല.
ആദ്യം കോൺഗ്രസ്സുകാർ ഒരു കല്യാണം ഇയാളെ കഴിച്ച് വയനാട്ടിൽ നിന്ന് ഒരു പെണ്ണ് കിട്ടി, പറഞ്ഞിട്ട് ഒരു പഞ്ചായത്ത് മെമ്പറെ കിട്ടിയിട്ട് ഒരു ഭരണം കിട്ടി. ചുങ്കത്തറ വന്നു കണ്ടു രണ്ടാമായി കോൺഗ്രസ്സുകാർ അയാളെ കല്യാണം കഴിച്ച്. ഇപ്പം മൂന്നാമത്തെ കല്യാണത്തിന് അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് എന്ത് സ്ഥിരത കോൺഗ്രസിനുള്ളത്? നിങ്ങൾ പറയില്ലേ, മൂന്നാമത്തെ കല്യാണത്തിന് അന്വേഷണം നടത്തുന്നത്? കോൺഗ്രസ്സുകാർ 2 കല്യാണം മൂപ്പരെ കഴിച്ച്, അന്ന് അന്വേഷണം ഒന്നുമില്ല, അന്ന് ചൊങ്കും ചൊർക്കൊക്കെ ഉണ്ടായിനി. ഇപ്പം അന്വേഷണം നടത്തണമെന്നാണ് പറയരുത്. പിന്നെ എന്താ കോൺഗ്രസിൻ്റെ സ്ഥിതി? ഒപ്പം പോയ പുതിയാപ്പിളാർ ലീഗർക്ക് അതിൽ സംശയമില്ല, അന്വേഷണം നടത്തേണ്ട ആവശ്യമില്ല. ഇപ്പൊ കോൺഗ്രസ്സുകാർക്ക് അന്വേഷണം നടത്തേണ്ടത്. അത് കോൺഗ്രസിനോട് ഈ ഒരു കാര്യത്തിൽ കോൺഗ്രസിനോടുള്ള അതേ നിലപാടായിരുന്നില്ല ലീഗിൻ്റെത്. ലീഗ് അൻവറിനെ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ പിന്തുണയ്ക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സാധാരണക്കാരായ ജനങ്ങളുടെയും ഇത്തരത്തിലുള്ള സപ്പോർട്ടുകളെല്ലാം കൊണ്ട് അൻവറിന് ജയിച്ചു കയറാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണോ നിലമ്പൂരുള്ളത്? അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പാണക്കാട് തങ്ങൾ വരെ അടിമയാണ്. പാണക്കാട് തങ്ങൾ കോൺഗ്രസിന്റെ അടിമയാണ്. ഇവിടെ പരിപാടിക്ക് UDF പരിപാടിക്ക് തങ്ങൾ വന്നിട്ടില്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ തങ്ങളെ പിടിച്ചു കൊണ്ടുവന്ന് അയാൾ പോരാൻ പാടില്ലല്ലോ. അയാൾ സമുദായത്തിൽ അയാളെ ഒരു മുസ്ലിമാണ്, അയാൾക്കൊരു ഉറപ്പ് വേണ്ടേ? അത് അയാൾക്കില്ല. അയാളും കോൺഗ്രസിന്റെ അടിമയാണ്. അപ്പൊ പൂർണ്ണമായിട്ടും അൻവറിനെ ഒറ്റപ്പെടുത്തുന്ന സമീപനമാണോ ഇരു മുന്നണികളും നടത്തിയത്? അതന്നെ എന്തായാലും അൻവറിനെ ഒറ്റപ്പെടുത്തിയേക്ക് തന്നെ UDF LDF ഒറ്റപ്പെടുത്തിയേക്ക് തന്നെയാണ്. അൻവറിന് പിന്തുണയായിട്ട് ഇനി ഉള്ളത് ജനങ്ങൾ മാത്രമാണ്, തോന്നി യുവാക്കൾ അൻവറിന്റെ ഒപ്പം തന്നെയാണ്. കുറച്ച് പ്രായലോലുണ്ട്, സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ. അല്ലാത്ത ലീഗും കോൺഗ്രസും മുഴുവൻ അടിമകളാ. പാണക്കാട് തങ്ങൾ വരെ അടിമയായി പോയി. ഇവിടെ UDF കൺവെൻഷനിൽ തങ്ങൾ വന്നിട്ടില്ല, കച്ചറ കൂടിയപ്പോൾ പിറ്റേന്ന് രാവിലെ തങ്ങളെ പിടിച്ചു കൊണ്ടുവന്നില്ലേ? കാരണം അവർക്കത് വലിയൊരു ക്ഷീണം ഉണ്ടാക്കും അങ്ങനെ വന്നില്ലെങ്കിൽ. അതുകൊണ്ടാണ് അവര് കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. പക്ഷെ തങ്ങൾ വരാൻ പാടില്ലായിരുന്നു. അതിന്റെ സംശയം ഒരു മുസ്ലിമാനാണ് വരാൻ പാടില്ല. നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അവിടെ ഉറച്ചു നിൽക്കണം. അതാ ഞാൻ പറഞ്ഞത്. എൻ്റെ വാപ്പ എനിക്കിട്ട് പേര് അൽവിക്കുട്ടിയാണ്. അത് മരിക്കുമ്പോൾ അൽവിക്കുട്ടിയായി ജീവിക്കണമെന്നില്ല, മരിക്കണമെന്നില്ല അഭിപ്രായത്തിലാണ് ഞാൻ നടക്കുന്നത്. ഒരു ചോദ്യം ചോദിക്കട്ടെ, PV അൻവറിനോട് ഇത്രത്തോളം ഒരു സ്നേഹം തോന്നാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? അയാളെ വീട്ടിൽ ചെന്നിട്ട് ഒരാളെ അയാളെ പുച്ഛിച്ച് തള്ളിയിട്ടില്ല. അയാൾ സാധാരണക്കാരൻ്റെ കൂടെയാണ് ഏത് നേരത്തും. അതിൽ യാതൊരു സംശയമില്ല. നമ്മൾ ഇത് ഇസ്തിരിട്ടിങ്ങാണ്ട് ഇങ്ങനെ ബലം പിടിച്ച് നടന്നിട്ട് കാര്യമല്ല. സാധാരണക്കാരൻ്റെ അടി നിങ്ങൾ വീടി വലിക്കടിച്ചാൽ മൂപ്പര് വീടി വലിക്കും. നിങ്ങൾ കട്ടൻ ചായ കുടിക്കുകയാണെങ്കിൽ മൂപ്പര് കട്ടൻ ചായ കുടിക്കും. മറ്റവർക്ക് ഐറ്റം വേറെ വേണ്ടത്. ഓൾക്ക് ഐറ്റംസ് വേറെ വേണ്ടത്. അൻവർ കുടിക്കണ നമ്മൾ കുടിക്കണ കട്ടൻ ചായ അവർ കുടിക്കൂല. അത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാലോ. UDF ഭാഗത്തുനിന്ന് ഇപ്പൊ കേട്ടൊരു പ്രതികരണത്തില് അവരൊരു ആരോപണം പറഞ്ഞത്, അല്ലെങ്കിൽ അവർ വിമർശനം പറഞ്ഞത്, ഈ അൻവർ ഇവിടെ വേറെ ഒന്നും അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം വിദേശത്തേക്ക് പോയിട്ടില്ല. ഇപ്പൊ ഒരു ഇലക്ഷൻ വരുന്നത് അദ്ദേഹം ശരിക്കും ഈ മണ്ഡലത്തെ കൈയൊഴിഞ്ഞതാണെന്നുള്ളൊരു ഗുരുതരമായ ഒരു വിമർശനം ഇപ്പൊ കേട്ടിട്ടാണ് വരുന്നത്. ഈ വിമർശനത്തിൽ എങ്ങനെയാണ് നിങ്ങൾ മറുപടി കൊടുക്കുന്നത്? ഞങ്ങൾ മറുപടി കൊടുക്കല്ല. ഈ അൻവറിനെ രാജിവെപ്പിച്ചത് ഈ കോൺഗ്രസ്സുകാരനാ, VD സതീശനാ. രാജിവെപ്പിച്ച് പുറത്തിറങ്ങിയപ്പോ ഇട്ട് ചവിട്ടി. അതാ ഉണ്ടായത്. അതാണ് അതിന്റെ പിന്നിലെ കളി. അൻവറിനെ അറിയില്ല. അൻവർ വിചാരിച്ച് ഇത് അവിടെ ഇപ്പൊ ഈ 3-ാം കല്യാണം ഏറ്റെടുക്കണം, ആദ്യം ഏറ്റെടുക്കുന്നു വിചാരിച്ചു കോൺഗ്രസ്സുകാര്. അങ്ങനെ 1ഉം 2ഉം കഴിഞ്ഞ് 3-ാമത്തെ ഏറ്റെടുക്കുന്ന ഏറ്റെടുത്ത് 3-ാമത്തിലാണല്ലേ അന്വേഷണം വന്നത്. അപ്പൊ അൻവറിനെ രാജിവെപ്പിച്ചത് VD സതീശനാ. അപ്പോ ഈ ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അൻവറിന്റെ ഈ ഒരു പോരാട്ടം പിണറായി വിജയനെതിരെയും VD സതീശനെതിരെയുള്ള ഒരു പോരാട്ടമായിട്ട് തന്നെ കാണാം അല്ലെ? എന്റെ സംശയം VD സതീശനും പിണറായി ഇതിൽ ഇടപെടലും പോകും. യാതൊരു സംശയമില്ല. ഈ രണ്ടുപേരും നമ്മൾ ഡീൽ തന്നെ ഉണ്ട്. PV അൻവർ ഒറ്റയ്ക്ക് UDF LDF കെട പിടിച്ചും കൊണ്ട് യുവാക്കളെയും കൊണ്ട് നടക്കുക. ഒരു കവല പ്രസംഗത്തിന് ഈ ആളെ കിട്ടിയിട്ടില്ല PV അൻവറിന്. ഒക്കെ ഞങ്ങളെ പോലത്തെ ആൾക്കാരാണ്. ഞങ്ങൾ എന്താ പ്രസംഗിക്കുന്നത്? നേരെ മറിച്ച് UDF MP-മാരുണ്ട്, MLA-മാരുണ്ട്, മന്ത്രിമാരുണ്ട്, LDF ഉണ്ട്. ഇപ്പൊ ഞാൻ പോകുന്ന വൈക്ക് മുഴുവനോ എല്ലായിടത്തും പൊതുവാ നടക്കുക. UDF LDF പൊതുവാ. PV അൻവറിന് എന്ത് പൊതുവാ ഉള്ളത്? ഇവിടെ രമേശ് ചെന്നിത്തല വന്നു, VD സതീശൻ വന്നു, അങ്ങനെ ബഹളമാണല്ലോ. അപ്പോ PV അൻവറിന് ആരാണ്? നിങ്ങളാണുള്ളത്? ഞങ്ങൾ തന്നെയാണുള്ളത്. ഇന്ന പോലത്തെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരല്ലത്. ഞങ്ങൾ എന്ത് പ്രസംഗിക്കാനാ? ഞങ്ങൾ എന്താ വെച്ചാൽ കത്തിരിക്ക് വോട്ട് ചെയ്യണമെന്ന് ജനങ്ങളോട് പറയാല്ലാതെ ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല. അത് തന്നെയാണോ നിങ്ങളുടെ പ്രതികരണം? അതെ, തീർച്ചയായിട്ടും. ഈ നിലമ്പൂർ നിയോജക മണ്ഡലം 39 വർഷം നമ്മുടെയൊക്കെ പിതൃ സഹോദരനെ പോലെ നമ്മളൊക്കെ സ്നേഹിക്കുന്ന ആര്യട കുഞ്ഞാക്ക ജയിച്ച മണ്ഡലമാണ്. ഒരു നിലക്കും CPM പിടിക്കപ്പെടാൻ കഴിഞ്ഞില്ല. 2016 അൻവർക്ക ആദ്യമായിട്ട് ഇവിടെ ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട് നിന്നത്. അന്ന് 11,000 ചിലാം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചു. 2016 വീണ്ടും 2021 അദ്ദേഹം വിദേശത്ത് പോയി. അയാൾക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ സൗത്ത് ആഫ്രിക്കയിലെവിടെ പോയി കണ്ട് അവിടെ നിൽക്കേനി. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ അൻവർക്ക് വരണം, ഈ നിലമ്പൂർ മണ്ഡലം ഞമ്മക്ക് തന്നെ പിടിക്കണം. അൻവർ ഒഴികെ ഈ കേരളത്തിൽ ആര് നിന്നാൽ ഈ നിലമ്പൂർ നിയോജക മണ്ഡലം ഒരിക്കലും കിട്ടാമുള്ള CPM-ന് ഇടതുപക്ഷത്തിന്. അതിൻ്റെ മുന്നേ ഒരുപാട് ആൾ ഈ ആര്യാടൻ കുഞ്ഞാക്കാക്ക് മർഹൂം അദ്ദേഹത്തിന് എതിരിവിടെ ഒരുപാട് CPM-ൻ്റെ പല നേതാക്കന്മാരും ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ട്. പക്ഷേ അയാളോട് ജയിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ല. അൻവറിന് പറഞ്ഞാൽ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ്, പൊളിറ്റിക്സ് 79 കാലഘട്ടങ്ങളിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കൂടെ ഉണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെയൊക്കെ കുറച്ച് അടിയിലുള്ള ആളാണ്, താഴെയുള്ളതാണ്. രാഷ്ട്രീയം എന്താണ്, കോൺഗ്രസ് എന്താണ്, ലീഗ് എന്താണ്, മാർക്സ് പാർട്ടി എന്താണ്, BJP എന്താണൊക്കെ നമ്മൾ ശരിക്കും പഠിച്ചിട്ടുണ്ട്. ഇപ്പം സത്യത്തിൽ കോൺഗ്രസിനൊരു നാദല്ല, അതിൽ അമ്മായിമപ്പോരാണ്, പഴയ അമ്മായിമപ്പോര്. ജോ ഞാനോ ഈ അവശരായ നല്ല ചൊറുക്കുള്ള യുവാക്കൾ പടുത്തുയർത്തി കരുണാകരൻ, ആന്റണി, ഒരുപാട് ആൾക്കാർ പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് ഈ ഇന്റർനാഷണൽ കോൺഗ്രസ് ഇന്ദിരാഗാന്ധിൻ്റെ കീഴിൽ. അതുപോലെ പിന്നെ 9 MLA-മാരെ വെച്ച് നയിച്ചതാണ് കെ കരുണാകരൻ. ഈ മുസ്ലിം ലീഗിനെ കെ കരുണാകരനാണ് UDF കൂടുന്നത്. 57 ഇടതുപക്ഷ ലീഗിൻ്റെ ഒപ്പം ഈ കരുണാകരനാണ് പറഞ്ഞത്. കെ കരുണാകരൻ നമ്മളിൽ നിന്നൊക്കെ വിട പറഞ്ഞു പോയ അദ്ദേഹമാണ് പറഞ്ഞത്, ലീഗിൻ്റെ കുട്ടികളെ കാരണന്മാരെ നമ്മളൊപ്പം കൂടിക്കോളി പറഞ്ഞു. അങ്ങനെ ഓലപ്പം കൂടിക്കാണ്ട് പിന്നെ അതിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് UDF-ന് അടിത്തറട്ട ഒരു നല്ലൊരു ഉന്നതനായ നേതാവാണ് കെ കരുണാകരൻ. പക്ഷേ മൂപ്പര മോളും ഇപ്പോൾ എവിടെയാണ് കുത്തിരിക്കണേ? BJP-യിൽ പോയി. അതായത് കേന്ദ്രത്തിലും ഈ കേരളത്തിലും കോൺഗ്രസിനൊരു നല്ലൊരു ശരിക്കും മലയാള ഭാഷ പറഞ്ഞ ഒരു അച്ഛനില്ല, എന്താന്നാ പറയേണ്ടത്. അവിടെ ഓല് കുറച്ച് ആൾക്കാർ വെള്ളിയിട്ട് നല്ല വടിവത്ത ഇസ്തിരിട്ട് കസാലി കുത്തിനിട്ട് ഇങ്ങനെ കോളറ പൊന്തിച്ചിട്ട് ഒരു കാര്യമല്ല. ഇപ്പം അവസാന നിമിഷത്തിൽ ഈ അൻവറാക്കാനപ്പോൾ നമ്മളെ പോലത്തോലാണ് നിർത്തിയത്. ഈ ഇലക്ഷന് പിന്നെ എന്താ സ്ഥാനാർത്ഥിക്ക് പൈസ കെട്ടാൻ, വണ്ടിക്ക്, എണ്ണയ്ക്ക് എല്ലാം ഞങ്ങൾ ആരും സഹായിക്കണില്ല. ഇതൊരു ഒറ്റയാൻ പോരാട്ടമാണ്. ഇത് ജനങ്ങൾക്ക് മൂപ്പര് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 6 മാസം മുന്നേ, കഴിഞ്ഞ ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ ഈ പോക്ക് ശരിയല്ല മൂപ്പര് ചൂണ്ടിക്കാട്ടി. മൂപ്പര് പറഞ്ഞു മുഖ്യമന്ത്രി നമ്മുടെ സൂര്യ അസ്തമിക്കുകയാണ്. അതൊന്നും മൂപ്പര് ചെവി കൊണ്ടില്ല. മൂപ്പരെ തോളിലിരുന്നിട്ട് അതിൻ്റെ താഴെയുള്ള ആൾക്കാരൊക്കെ ഈ പോലീസ് മേധാവികൾ, നമ്മൾ ഒരു റോട്ടിൽ ഇറങ്ങിയാൽ നമ്മളൊരു മീൻകടയ്ക്ക് പോയി കാരണം വീട്ടിൽ നിന്ന് ഒരു 10-1/2 കിലോമീറ്റർ പോകുമ്പോഴത്തേനും ബലുണ്ടാവും ഒളിഞ്ഞ് നിൽക്കണേ, പബ്ലിക്കിൽ നിൽക്കട്ടെ. അല്ലെ PSC നാളെ വിട്ടെ 24 മണിക്കൂർ ഒരു പോലീസുകാരൻ ഹെൽമെറ്റ് വെച്ച് നോക്കട്ടെ. ഓലി ഈ ആൾക്കാരെ തലൻ്റെ സ്നേഹം കൊണ്ടൊന്നല്ല, എങ്ങനെയെങ്കിലും 550 അടിക്കാം, 500 അടിക്കാണ്ടോ, അതിന് പലതും എല്ലാം എനിക്കനുഭവമുണ്ട്. നമ്മൾ ബുക്ക്, പേപ്പർ, ഇൻഷൂർ, ഡ്രൈവിങ്ങിൽ എല്ലാം ഹാജരാക്കിയിട്ട് ലാസ്റ്റ് അവർ പറയാം ഈ 3 റുപ്യേൻ്റെ ഒരു ആക്റ്റീവ് നമ്മൾ കൊണ്ടുപോകുമ്പോൾ ലാസ്റ്റ് പുക പരിശോധിച്ചിട്ടില്ല, പുകൻ്റെ ഇതില്ല, തെറ്റിക്കാണണം. ഒരു ഇതിൽ അങ്ങനെ ഉണ്ട്, ഫൈനിട്ടു, നമ്മളടച്ചു. ഇവിടെ 10, 12, 20 വീലിലെ വണ്ടി പോകുന്നുണ്ട്. ഡീസലാണോ മണ്ണെണ്ണയാണോ ഇഞ്ചപ്പണി എടുത്തണോ, ഒരു പുക പരിശോധനയില്ല. KSRTC ഓടുന്നുണ്ട്, ഡ്രൈവർ ഫോൺ ചെയ്ത് പോകുന്നുണ്ട്, ഫൈനില്ല, ബ്രേക്കില്ല, ബെല്ലില്ല. എത്ര KSRTC യുവാക്കളെ നെഞ്ഞത്ത് കൂടെ കയറി പണി കഴിച്ചിട്ട് എൻ്റെ നാട്ടിൽ തന്നെ അടുത്ത സ്ഥലത്തുനിന്ന് കോഴിക്കോട് വെച്ചിട്ട് ഒരു ലക്കും ലഗാനുമില്ലാത്ത പോക്കാണ്. അതിനൊക്കെ നിയന്ത്രണം ഈ ഗവൺമെൻറ് കൊണ്ടുവരില്ല. KSRTC-ൻ്റെ ഈ വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്ന മന്ത്രി കുറേ ഡയലോഗ് പറയാന്നല്ലാതെ ഒന്നും പ്രാബല്യത്തിലാക്കണില്ല. സാധാരണക്കാരന് ഇവിടെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഭരണ കാലഘട്ടത്തിൽ, ഉറപ്പാണ്. ഇതിൻ്റെ മുന്നിവിടെ ഇടതുപക്ഷം ഭരിച്ചിട്ടുണ്ട്, അഭിപ്രായക്കേട് ഉണ്ടായില്ല. ഇവരെല്ലാം ശരിയാക്കി തരാം, എല്ലാവരെയും ശരിയാക്കി കഴുത്തിന് പിടിച്ചു. നികുതി വർധനവ്, നമ്മുടെ ഭൂമിൻ്റെ, നമ്മുടെ വാഹനത്തിൻ്റെ, നമ്മുടെ വീടിൻ്റെ, കോഴിക്കോട് മുതൽ ചെല്ലം ഈ ശ്വസിക്കണ വായുവിന് ദൈവത്തിൻ്റെ ആയതുകൊണ്ട് ഈ ആകാശ ഭൂമികളെല്ലാം ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചതുകൊണ്ട് അതിനൊരു ടാക്സ് എടുക്കാൻ പിണറായിക്ക് കഴിയുകയാണെങ്കിൽ പിണറായി അതും കൊണ്ടുപോകും. നമ്മൾ ഓക്സിജൻ സിലിണ്ടർ ഊരമ്മൽ വെച്ചിട്ട് പൈപ്പിട്ട് പോകേണ്ട ഒരു കാലം വൈകാതെ നമുക്ക് വരും, ഉറപ്പാണ്. അതുകൊണ്ട് ഈ നിലമ്പൂരിൻ്റെ ചിത്രം മാറും. തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് അറിയില്ല, അവിടെ ഇരുന്നിട്ട് അവിടെ ഇങ്ങനെ ഒരു കട്ടൻ ചായ കുടിച്ച് ഇരുന്നിട്ട് ഇവിടെ ഇങ്ങനെ വിലയിരുത്തിയിട്ട് ഒരു പ്രയോജനമില്ല. ഇതിൻ്റെ ചിത്രം ഇവിടെ 23-ാം തീയതി 19-ാം തീയതി മാറും. യുവാക്കൾ, യുവതികൾ, സാധാരണക്കാർ, ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പ്രയാസങ്ങളില്ല കൂലി തൊഴിലാളി പണിക്കാരികൾ, റബ്ബർ വെട്ടുകാർ. ഒരു റബ്ബർ വെട്ടുന്ന തൊഴിലാളിക്ക് നന്ന രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഒരു കട്ടൻ ചായ കുടിക്കാൻ ഒരു കർഷകന് കഴിയുന്നില്ല. റബ്ബർ വെട്ട് തൊഴിലാളിക്ക് അവൻ തോട്ടത്തിൽ പോകുമ്പോൾ ഒരു റബ്ബർ മരത്തിൻ്റെ ചോട്ടിക്ക് 2 പ്രാവശ്യം പോകണം.
ഒന്ന് വെട്ടാൻ പോകണം, രണ്ടാമത് ആ പാലൂറ്റാൻ പോകണം. ആ വെട്ടിക്കൊണ്ട് വെക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുമായി കടബാധ്യത ഇതൊക്കെ ഉണ്ടാവും. ഈ ഈ കടും ശക്തമായ മഴയും തണുപ്പും ഒന്ന് വകവെക്കാതെ പോയി വരുമ്പോഴാണ് കടുവ പിടിച്ചു കൊണ്ടുപോകുന്നത്. കടുവ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അത് ഖേദകരമായി അവിടുന്ന് ഖേദം പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ലാന്ന്. ഇതിനുള്ള വേലിക്കെട്ട് ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥിൻ്റെ ഒരുപാട് ഈ വീട്ടിലും ഈ അങ്ങാടിയിലൊക്കെ പുലി, കരടി, കടുവ, പട്ടി, നായ്ക്കൾ ഒന്നായിട്ടുണ്ട് ഇറങ്ങാൻ എന്ത് ചെയ്യും? ആര് നിയമം കൊണ്ടുവരും? ഈ മൃഗങ്ങളൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാർ പാർലമെന്റിന്റെ ഉള്ളിൽ, നിയമസഭന്റെ ഉള്ളിൽ ശരിക്കും എല്ലാ മൃഗങ്ങളെയും കൊണ്ടുപോയിട്ട് ഓല കടുപ്പിച്ചതാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ഈ പട്ടിക്ക് സൂചി വെച്ചിട്ട് കാര്യമുണ്ടോ? പണ്ടാരോ പറഞ്ഞ മാതിരി പണ്ട് തൊഴിലിലാണിപ്പോൾ പട്ടിനെ പിടിച്ചോളിയായിരുന്നു, വാല് കൊടുന്ന മതിയായിരുന്നു ഒരു നേതാവ് പറഞ്ഞ. അതുപോലെ നമ്മക്ക് ഉപദ്രവിക്കണ അവരെ സ്നേഹം, മൃഗങ്ങളെ പാമ്പിനൊക്കെ സ്നേഹിക്കുമല്ലോ, അതിനുള്ള സജ്ജീകരണം ഉണ്ടായിക്കോട്ടെ. നിലമ്പൂർ പ്രത്യേകിച്ചും ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഒരു MLA, ഒരു മന്ത്രിന്റെ, ഒരു മുഖ്യമന്ത്രിന്റെ സ്വത്തല്ല, ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചാണ്. അവർക്ക് വായാനുള്ള ആവാസ കേന്ദ്രം ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലുണ്ട്. അവർക്ക് വിടല്ലത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പോലത്തെ ആൾക്കാർക്ക് നല്ല പ്രതിഷേധമുണ്ട്. അതാണ് പറയാനുള്ളത്. കർഷകര് PV അൻവറിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം സത്യമാണ്, പിണറായി വിജയനെതിരെയും VD സതീശനെതിരെയും ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇത്ര ശക്തമായിട്ട് പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു ധൈര്യം ഇന്ന് നിലവിൽ കേരള രാഷ്ട്രീയത്തിൽ PV അൻവറിന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും 100 അല്ല 1000 അല്ല 10,000 വട്ടം ഈ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ട് ഈ പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാരുടെ ബെഞ്ചുമ കൊട്ടിക്കാണ്ട് എത്ര ആൾക്കാർ ഒരാളെന്നെങ്കിൽ ഒരു ദിവസം ഒരു പ്രതിഷേധ മാർച്ച് ഏതെങ്കിലും മണ്ഡലത്തിൽ നടത്തിയത് നിങ്ങളൊക്കെ മീഡിയ വണ്ണും ഇതിൻ്റെ ആൾക്കാരും ചാനലാരണോ? അതിൽക്കോൽക്ക് ധൈര്യമല്ല. അൻവറിനെ കൊണ്ട് പോത്തിനോട് വായട്ടിച്ചറിയുന്നുണ്ട് പണ്ട് കാരണന്മാർ. പിന്നെ അവസാന നിമിഷം അയാളെ നമ്മൾ പറയല് നാടൻ ഭാഷയിൽ വണ്ടി കയറ്റിക്കാണ്ട് വരാം 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 വാതിൽ തുറന്ന്. പിന്നെ ഇപ്പം നാളൊരു നേതാവ് DICന്റെ മുൻകാല നേതാവ് K മുരളീധരൻ പറയാണ് അവിടെ യുദ്ധം നടന്ന്, അതുകൊണ്ട് മുരളീധരൻ സാറ് പറയാണ് അവിടെ യുദ്ധം നടന്ന് അതുകൊണ്ട് ഞങ്ങൾക്ക് ചർച്ചയ്ക്ക് ഇവലൊക്കെ അല്ല ഇപ്പോൾ യുദ്ധത്തിന് നടക്കണം, പാകിസ്ഥാനിലും ഇവിടെയൊക്കെ ഇവരല്ല മിസൈലുണ്ട് പറയുന്നുണ്ടാൽ. പിന്നെ പറഞ്ഞ് പിന്നെ കാലാവസ്ഥ അങ്ങോട്ടായി. ഈ ചർച്ചയ്ക്ക് അരമണിക്കൂർ മതി. ഇടുക്കുകയാണെങ്കിൽ ഇടുക്കുക, ഇല്ലെങ്കിൽ ഇടുക്കില്ല എന്ന് പറയാല്ലേ. ഈ കേരളത്തിലെ ഒരു കോൺഗ്രസിനും ചെന്നി തൽക്കില്ല, VD സതീശനില്ല, അതിൽപ്പെട്ട ഒരാൾക്കും തൻ്റെ ഇടത്തോടു കൂടി അൻവറിനെ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയാനുള്ളൊരു ധൈര്യം അങ്ങനത്തെ ഒരു കോൺഗ്രസ് കുടുംബത്തിലും അവർ ജനിച്ചിട്ടില്ല. 1000 വട്ടം ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് പറഞ്ഞൂടാ? PV അൻവർ എന്ന വ്യക്തിനെ ഞങ്ങൾക്ക് വേണ്ട കോൺഗ്രസ്ക്ക്. ലീഗ് പറയില്ല, കാരണം ഓല പാർട്ടീൻ്റെ സെറ്റപ്പ് നോക്കുള്ളൂ. ഇയാളെ വെച്ചുകൊണ്ട് മുതലെടുക്കാൻ നോക്കി അൻവറാക്ക് അത് ചതിയാണ്, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. പിന്നെ ഓരോ സിൻഡിക്കേറ്റ് ആയിട്ട് നമ്മളൊരു ചെങ്ങല കൊളുത്തിട്ട് കാണുന്നുണ്ടോ? ഒരു ട്രാക്ടർ പോകുമ്പോൾ അതിൻ്റെ ബാക്കിൽ പിന്നെ ചെങ്ങലിട്ട് കൊളുത്തിട്ട് കാണുന്നുണ്ട്. ഒരു സപ്പോർട്ടിനൊന്നും ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. അയാൾ വഴി മാറണം, മുണ്ടക്കൽ ശേഖരാറിനാണ്ട് പോകും. അയാളാണ് ഹീറോ. നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും ടോപ്പ് സ്ഥാനാർത്ഥി അദ്ദേഹമാണ്. അദ്ദേഹം 30,000-ന് മുകളിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിച്ചിരിക്കും. അടുത്ത നിയമസഭ കുറഞ്ഞ കാലം കൂടിയുള്ളൂ. അദ്ദേഹം നിയമസഭയിൽ ഉണ്ടാവും. ആയുസ് ആരോഗ്യം ഈ നിൽക്കുന്ന എൻ്റെ മുന്നിൽ നിൽക്കുന്ന ചാനലിൻ്റെ ആൾക്കാരും മീഡിയൻ്റെ ആൾക്കാരും ഞാനും നിങ്ങളും അൻവറും ആയുസാരോഗ്യത്തോടെ ഇവിടെ ഉണ്ടാവട്ടെ. ഇനി കളി തുടങ്ങാനേ വരുന്നുള്ളൂ. 26 ഇവിടെ ഇലക്ഷൻ വന്നു. അന്ന് നമുക്ക് കാണാം അൻവർ ആരാണ്, എവനാണവൻ, എന്താണവൻ, അവൻ്റെ ചരിത്രങ്ങളൊക്കെ അപ്പം നമുക്ക് പറയട്ടോ. ഈ കോൺഗ്രസ് പറയുന്ന ഒരു പ്രധാന കാര്യം നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടത്, കോൺഗ്രസ് അൻവറിനൊരു സ്ഥാനാർത്ഥിയായിട്ട് പോലും ചിലർ പരിഗണിക്കുന്നില്ല. അവർ പറയുന്നത് കോൺഗ്രസും അല്ലെങ്കിൽ UDF-ഉം LDF-ഉം തമ്മിലാണ് മത്സരം. അൻവർ 3-ാം സ്ഥാനത്തേക്ക് പോകുന്നതാണ് കോൺഗ്രസ് ഈ UDF-ന്റെ ആളുകൾ പറയുന്നത്. അപ്പോൾ UDF-ഉം LDF-ഉം അൻവറിന് ഇത്രത്തോളം പിന്തള്ളുന്നത് എന്തുകൊണ്ടാണ്? അതും 2-ാം സ്ഥാനം പോലും അവർ കൊടുക്കുന്നില്ല, 3-ാം സ്ഥാനത്തേക്ക് പോകുന്ന പറയുന്നത്. അതപ്പോൾ ഇവരുടെ ഒരു ഡീലാണോ? അത് നമുക്ക് കാണാം. ഒന്നുമില്ലാത്തൊരു പാറപ്പുറത്ത് മരുഭൂമിയിൽ കുറഞ്ഞ കാലമായിട്ട് ചേലക്കര ഇലക്ഷൻ കഴിഞ്ഞിട്ട് 4 ദിവസം മുന്നേ ഞങ്ങൾ പോയത് കൊടിമുടി. ഞാൻ അവിടെയും പോയിട്ടുണ്ട്, ചാനലരോടൊക്കെ പറഞ്ഞിട്ട്. അവിടെ ഒരു മൊട്ട മരുഭൂമി പോയിട്ട് ഉണ്ടാവില്ലല്ലോ. നമ്മുടെ കേരളത്തിലുള്ള കൃഷി വേറെ മരുഭൂമിയില്ലല്ലോ, സൗദി അറേബ്യയിലൊന്നുമില്ലല്ലോ. അവിടെ പോയിട്ട് 3920 വോട്ട് പിടിച്ചൊരു വ്യക്തി കേരളത്തിലുണ്ടെങ്കിൽ PV അൻവർ തന്നെയുള്ളൂ. ചേലക്കര നമ്മൾ പോയി മത്സരിച്ചിട്ട് ഈ കേരളത്തിൽ ആരെങ്കിലും ഒരാൾ പോട്ടെ, ലീഗിൻ്റെ ആൾക്കാർ പോട്ടെ, കോൺഗ്രസിൻ്റെ ആൾക്കാർ, BJP-ന്റെ ആൾക്കാർ, എത്ര ഞാഞ്ഞൂല് പാർട്ടികളൊക്കെ ഉണ്ട്, അവരൊക്കെ പോയിട്ട് 3920 വോട്ട് പിടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ചെവി അവർക്ക് രണ്ടും ചെത്തി കൊടുക്കും ഞാൻ തീർച്ചയായിട്ടും. അതിന് നിൽക്കാലം ഗഡ്സ് വേണം. അൻവർക്ക് കളി തുടങ്ങിയിട്ട് കുറേ 2005 തുടങ്ങിയിട്ട് പഴയ കാല കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റാണ്. പിന്നെ PV അൻവർ സാഹിബിനെ കോൺഗ്രസിലേക്ക് എടുത്താൽ ചില ആൾക്കാരെ, വ്യക്തികളെ, നേതാക്കന്മാരെ മുഖം ചുളിയും, കസാല തെറിക്കും.
ഇയാൾക്ക് തൻ്റെ ഇടത്തിൽ കോൺഗ്രസിനെയും ഗാന്ധി കുടുംബത്തിനെയും ഏതൊക്കെ പാർട്ടിയോട് അതിനൊക്കെ പറ്റി പഠിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നതും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ വന്നാൽ ഇപ്പോൾ നമുക്ക് ക്ഷീണമാണ് ഓലിങ്ങനെ പാർട്ടി വളരും തോറും പിളരാണ്. ഇന്ത്യൻ മഹാസമുദ്രമാണ് കോൺഗ്രസ് കഴിഞ്ഞ ആ സമുദ്രമൊക്കെ ഇപ്പോൾ ഇങ്ങനെ കരയായി വരികയാണ്. ചുരുങ്ങി AK ആൻ്റണി ഈ മലപ്പുറം ജില്ലയിൽ നിന്നാണ് ജയിച്ചു പോയത്, തിരൂരങ്ങാടിയിൽ നിന്ന്. തിരൂരങ്ങാടിക്ക് മൂപ്പര് പോയിട്ട് കേന്ദ്രമന്ത്രിയാക്കി. മൂപ്പര നാട്ടിലില്ലേ കോൺഗ്രസും ആൾക്കാരൊക്കെ അല്ലേ. എന്തുകൊണ്ട് ഇവിടുത്തെ മുസ്ലിം വോട്ട് ഐക്യ ജനാധിപത്യ മുന്നണിൻ്റെ ഞാനടക്കം അന്നുള്ള പാർട്ടിൻ്റെ വോട്ട് വാങ്ങി തിരൂരങ്ങാടി എന്ന് പറഞ്ഞേച്ച് മൂപ്പര മകൻ ഇപ്പോൾ എവിടെയാണ് കുത്തിരിക്കണേ. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഉള്ളിൽ രാത്രി വേറെ ടൗസർ, പകല് വെള്ളയും വെള്ളി. അതുകൊണ്ടാണ് ഇവിടെ മറ്റുള്ള വിഭാഗങ്ങളൊക്കെ അറിയണത്. ഇപ്പം മഹാനായ ഒരു വ്യക്തി ഒരു സംഘടന സമുന്നതനായ നേതാവ് അദ്ദേഹം പറയാണ് മലപ്പുറം ജില്ലയിൽ ഒരു വിഭാഗത്തിന് ശ്വാസം വിടാൻ വയ്യാന്ന്. ഇങ്ങനെ മലപ്പുറം ജില്ലയിൽ വളരെ മുൻകാല ചരിത്രങ്ങൾ, പഴയ കാലത്ത് ഇവിടെ ഒരു കുടക്കിൽ ഒരു മാലിലെ മുത്തുമണികളെ പോലെ ഇവിടുത്തെ കാരണവന്മാർ മൺമറഞ്ഞ് ഒരുപാട് ആൾക്കാർ പോയി. ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒന്നും അവിടേക്കൊന്നും ഞാൻ പോകില്ല, മലബാറിലില്ലേ. അപ്പം ഇവിടെ ഛിദ്രത ഉണ്ടാക്കുക. ഇവിടെ ഞാനും രാജനും ഗോപാലനും കേലംകുട്ടി ആദിവാസിയിലില്ല, അങ്ങനെ ജാതി ഒന്നും ഞാൻ പറയില്ല, എൻ്റെ വാപ്പ അങ്ങനെ പഠിപ്പിച്ചില്ല. നമ്മളെല്ലാവരും ഒന്ന്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്നതിൻ്റെ ആശയത്തോട് യോജിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ ഓൽക്ക് ശ്വാസം വിടാൻ വയ്യ. നിങ്ങൾ നോക്കി, ഇത്ര കരിപ്പൂർ എയർപോർട്ടിൽ വിമാനം വീണ് വ്യോമയാന മന്ത്രിക്ക് വിളിച്ചിട്ടില്ല, ഞങ്ങൾ ഓലെ രക്ഷപ്പെടുത്തിട്ട് ഓടിച്ചെന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെ ചങ്ക് പറിച്ചു കൊടുക്കും. അതാണ് മലപ്പുറം ജില്ല. ആ ജില്ല ഈ കേരളത്തിൽ 14 ജില്ലയിലും മലപ്പുറം ജില്ലേൻ്റെ അത്ര ഒരു മനുഷ്യ സ്നേഹമല്ല ഒരു ജില്ല കേരളത്തിലില്ല, ഇന്ത്യയിലില്ല, ലോകത്തുണ്ടാവില്ല. അതില്ലാതാക്കാൻ ഒരുപാട് സ്രാവുകൾ, കൊമ്പൻ സ്രാവ്, വമ്പൻ സ്രാവ്, തീവ്രവാദി സ്രാവുകൾ മലപ്പുറത്തെ കണ്ണ് വെച്ചിരിക്കുകയാണ്. ഇവിടെ ചിഹ്നം ഉണ്ടാക്കുക എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിന് ഇവിടുത്തെ വരും തലമുറ അതിന് ശക്തമായിട്ട് പ്രതിഷേധിച്ച് ബോധവൽക്കരണം നടത്തി ഒരു അച്ഛനമ്മ വാപ്പ ഉമ്മ കുടുംബത്തെ പോലെ ഒരു കിടക്കിയിൽ മലപ്പുറം ജില്ലയെ ഞങ്ങൾ എന്നും ഉയർത്തി ലോകത്തിൻ്റെ നെറുകയിൽ മലപ്പുറം ജില്ല കുതിച്ചു വരികയാണ്. പണ്ടുള്ള ആൾക്കാർ പറയും മലപ്പുറത്ത് ഫുൾ A+ വാങ്ങിയാൽ അത് കോപ്പി അടിച്ച് ജയിച്ചാണ്. അങ്ങനെ പല കുറ്റം പറയും മലപ്പുറത്ത്. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ ജോലി ചെയ്ത ആൾക്കാർക്ക് അറിയാം കുറേ കൊല്ലങ്ങളോ. ഇവിടെ പണ്ട് TTC വിദ്യാഭ്യാസ മേഖലയിൽ പുറമ്പോക്കിലാണ്, ഇപ്പോൾ എല്ലാവരും മുന്നിലാണ്. അപ്പോൾ മറ്റുള്ള ജില്ലക്കാർക്കൊക്കെ ഒരു വയറൾക്കാണ്. മലപ്പുറം എങ്ങനെ വന്നാലും സ്പോർട്സിലായാലും കലയിലായാലും കായികത്തിലായാലും എല്ലാത്തിലും ആയാലും. അപ്പോൾ അതൊന്നും ഇനിയിപ്പോൾ നടക്കില്ല, പഴയ മലപ്പുറം ജില്ല അല്ല. അതാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വൻ ഭൂരിപക്ഷത്തിൽ PV അൻവർ എന്ന ആ മഹാവ്യക്തി ജീവകാരുണ്യ മേഖലയിലും മതരാഷ്ട്രീയത്തിന് അതീതമായി ജാതി മത ഭേദമന്യേ എല്ലാവരെയും സ്നേഹിച്ച് കൂട്ടുപിടിച്ച് ഇതുപോലെ തോളോട് തോളിരുന്ന് കൈവച്ച് അങ്ങനത്തെ ഒരു വ്യക്തി ഇവിടെ കേരളത്തിൽ തിരഞ്ഞെടുത്താൽ കിട്ടില്ല. അതിനിപ്പോൾ കോൺഗ്രസും മറ്റുള്ള ആൾക്കാരൊക്കെ പലതും പറയും. ഓൽക്കിപ്പോൾ പൾസ് കൂടിയുണ്ട്. എന്താകുക ഈ ഓഫീസിൽ നോക്കുക, ഇവിടെ ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല. ഞങ്ങൾക്ക് യാതൊരു ബേജാറും ആവില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഷനും ഇല്ല, ഒരു പ്രശ്നമില്ല. ഇനി പരാജയമായാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഇലക്ഷൻ ഇവിടെ ഇന്നും നാളെയൊന്നും ഇവിടെ ലോകം അവസാനിക്കില്ലല്ലോ. ഏത് ദിവസം അവസാനിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൻ്റെ ഒരു വക്താവാണ് ഞാൻ. പക്ഷേ എങ്കിലും ഞാൻ പറയുകയാണ്, ഇലക്ഷൻ ഇവിടെ അടുത്തായി, പൊടിമടി എടുക്കത്തക്കനായി. അപ്പം നിങ്ങളിവിടെ വേണം, നമുക്ക് വീണ്ടും കാണാം. നന്ദി, താങ്ക് യു വെരി മച്ച്. അപ്പോൾ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരെയും അതുപോലെ തന്നെ പ്രതിപക്ഷം ഭരിക്കുന്ന VD സതീശനെതിരെയും ഒറ്റയ്ക്ക് പോരാടാനുള്ള ധൈര്യമുള്ള PV അൻവറിന് സാധാരണക്കാരുടെ വോട്ടുകളടക്കം ലഭിക്കുമെന്ന ഒരു ആത്മവിശ്വാസമാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും രാഷ്ട്രീയ യുദ്ധത്തിന് ഇനി വളരെ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണ് സംഭവിക്കുക എന്നുള്ളത് കേരളം ഉറ്റുനോക്കുകയാണ്, നമ്മളും കാത്തിരിക്കുകയാണ്.